ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ചാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. പലർക്കും ഗെയിം കളിക്കലാവും, പലർക്കും എന്താ പറയുക, ഇൻഡോർ ഗെയിംസ് കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലവർക്ക് വാക്കിംഗ് ഇഷ്ടമാവും, ചിലവർക്ക് എന്താ പറയുക, നമ്മുടെ മറ്റേ ഈ സീനറീസൊക്കെ കാണാൻ പോകില്ലേ, മൗണ്ടൻസ് കാണാൻ പോകില്ലേ, ബീച്ചിൽ പോലെ. ഇതൊക്കെയാണ് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. സിനിമയാണ്. ഒരുപാട് സിനി ഫൈൽസ് ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വീഡിയോ ഒക്കെ 4 പേരെ കാണാറുള്ളൂ. അപ്പോൾ എത്ര പേര് ഈ സിനി ഫൈൽസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്രയും എന്താ പറയുക, ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് എനിക്ക് ഈ സിനിമ എന്നുള്ളത്. ഞാൻ തിയേറ്ററിൽ പോയി കാണാറുള്ളതാണ്. ഇപ്പോൾ ജോബൊക്കെ ആയ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഡേ സിനിമ കാണാൻ പറ്റാത്തത്. അല്ലെങ്കിൽ എല്ലാ പടവും ഫസ്റ്റ് ഡേ കാണേണ്ടതാണ്. ഇപ്പോൾ ഇന്നലെ ഖലീഫ ഇറങ്ങിയിട്ടുണ്ട്, ഇന്ന് ബദ്ലേം ഇറങ്ങിയിട്ടുണ്ട്. 2 പടവും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 2 പടവും ഇനി ഒരു ദിവസം കാണണം എന്ന മൈൻഡിലാണ് നിൽക്കുന്നത്. ഒന്നെങ്കിൽ ശനിയാഴ്ച കാണും, അല്ലെങ്കിൽ ശനിയാഴ്ച ഒരു പടം കണ്ട് ഞായറാഴ്ചത്തേക്ക് എല്ലാം മാറ്റും, ഞായറാഴ്ച വേറൊരു പടം കാണും. അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം എന്താവുമെന്ന് അറിയില്ല. അപ്പം അതും കാണണം എന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇനി ഇത് മൊത്തം പഴയ പോലെ ആവാൻ ഞാൻ ആഗ്രഹിക്കണമെന്ന് ചോദിച്ചാൽ, ഇഷ്ടമായിരുന്നു ഒരു കാലഘട്ടം. ആ സമയത്ത് എന്താ പറയുക, ഫസ്റ്റ് ഡേ പോകുന്നു, സിനിമ കാണുന്നു, നമ്മൾ അഭിപ്രായമൊക്കെ അറിയുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് എന്താ പറയുക സിനിമ കാണാൻ പറ്റും. അത് വേറൊരാളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താ പറയുക, ചാനലില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് റിവ്യൂ ഇങ്ങനത്തെ ഒരു ധൈര്യം പോലെ ഒന്നും വന്നിട്ടില്ല, വീഡിയോ എടുക്കാം, വീഡിയോ ചെയ്യാം എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ എന്താ പറയുക, അതാണ് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. എപ്പോഴും പടത്തിന് പോവുക, എല്ലാ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഡേ പടം കണ്ടിട്ടുണ്ട്. ഒരു കാലത്തൊക്കെ എല്ലാ പടത്തിനും പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന വലിയ വലിയ പടങ്ങളല്ലാണ്ട് എല്ലാ ചെറിയ പടവും വലിയ പടവും ഒക്കെ ഞാൻ എന്താ പറയുക തിയേറ്ററിൽ പോയി കണ്ട ഒരു സമയമുണ്ട്. അത്രയും എന്താ പറയുക ഇന്നായ ഒരു സമയമുണ്ട്. ഇപ്പം ഞാൻ പടങ്ങൾ കാണാൻ പോകും, പക്ഷേ ഫസ്റ്റ് ഡേ കാണാൻ പറ്റാറില്ല. കാരണം ഈ ജോലിയുടെ ഇതൊക്കെ കാരണം ഒന്നാമത് നമ്മുടെ ടൈമിൽ ഷോസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സെക്കൻഡ് ഷോ പോകണം. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാവും. ഇങ്ങനെ ഓരോരോരോ കാര്യങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക പോകാൻ പറ്റാത്തത്. എന്നാലും പരമാവധി ഞാൻ ഇടയ്ക്കൊക്കെ സംസാരിച്ചിട്ടൊക്കെ ചിലപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക്, അല്ലെങ്കിൽ 6 മണിയുടെ ഷോയ്ക്ക്, 6:30യുടെ ഷോയ്ക്ക്, 6 മണിക്ക് എനിക്ക് പോകാൻ പറ്റില്ല, 6:30 7 മണിയുടെ ഷോ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ പോകാൻ നോക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് വളരെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. കാരണം അത് എന്താണെന്ന് പറയുക, നമുക്കൊരു എന്താ പറയുക, ഈ ജോബ് ഇതൊക്കെ ആകുമ്പോഴേ നമുക്ക് 2.5 മണിക്കൂറുണ്ട് ഒരു സിനിമ. ആവറേജ് പറയുകയാണ്, ചിലത് കൂടുതലും കുറവുണ്ട്. അത്രയും നേരം നമ്മൾ തിയേറ്ററിൽ പോകണം, ആ സിനിമ കാണണം. ചിലവർക്കത് ഹെഡേക്ക് ആയിരിക്കും. എനിക്കതൊക്കെ ഒരു എന്താ പറയുക, മനസ്സിനൊരു സമാധാനം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സമാധാനം കിട്ടും. അത്രയും എന്താ പറയുക, എന്നെ എൻ്റർടൈൻ ചെയ്യിക്കാനും എന്താ പറയുക, എൻ്റെ മൈൻഡ് ഫ്രീ ആക്കാനും സിനിമ സഹായിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ്സ് എന്താണെന്ന് പറയുക. ഇതേപോലെ സമയം പോകാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക, നിങ്ങളെന്താ പറയുക, അതൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് ഓരോരുത്തരുടെ വെറൈറ്റി ഹോബീസും വെറൈറ്റി കാര്യങ്ങളെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് എനിക്ക് ഈ എൻ്റർടൈൻമെൻ്റ് ഒന്നും കാണാം എന്ന് വെച്ചാൽ, ഇന്നലെ ഖലീഫ ഇറങ്ങി. എനിക്കിപ്പോഴും എന്താ പറയുക, ഖലീഫ കാണണം എന്നുള്ള ചിന്തയാണ്. പക്ഷെ പറ്റില്ല. ഖലീഫ കാണും ഞാനോ, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ എന്താ പറയുക, ഇതൊന്നുമില്ല. ഓഫ് കോഴ്സ് മിക്സഡ് റിവ്യൂ ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെയാണ് കാണാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളത്. കാരണം എനിക്ക് മിക്സഡ് റിവ്യൂ, മോശം റിവ്യൂ വന്നാൽ തന്നെ എന്നെ പോലുള്ളവർക്ക്, എന്നെ പോലെ കുറേ പേരുണ്ട്, മോശം റിവ്യൂ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പടത്തിന് മോശം റിവ്യൂ എന്ന് തോന്നുന്നത്, തിയേറ്ററിൽ പോയി അറിയാൻ നോക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ കുറച്ച് പേര്. എന്നുവെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിച്ചത്, എന്നെ പോലെ ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ റീൽസിലൊക്കെ ഞാൻ അങ്ങനെ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ മനസ്സിലായിരിക്കും ഞാൻ മാത്രമല്ല അങ്ങനെ ഒരുപാട് പേര് അതേപോലെ തന്നെ ഉണ്ടെന്ന്. കാരണം നമുക്ക് സിനിമ കാണാം, അത് മോശം സിനിമയായാലും നല്ല സിനിമയായാലും ആ സിനിമയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ പഠനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര എന്താ പറയുക, എനിക്കിഷ്ടമാണ് ഒരു പടം മോശം പടമാണെങ്കിൽ. പക്ഷെ എന്നാലും ഞാൻ തല്ലിപ്പൊളി പടങ്ങളൊന്നും കാണാൻ പോകാറില്ല കേട്ടോ, അത് വേണമെങ്കിൽ പറയാം. ഒരു ആവറേജ് പടമൊക്കെ തന്നെ കാണാൻ പോകാറ്. ഞാൻ അത്ര വലിയ സിനിഫൈലല്ല എന്ന് വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം. കാരണം അത്രയും പട്ടിക്കൂറ പടമൊക്കെ ആണെങ്കിൽ നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് വന്നിട്ട് പറ്റില്ലേ. അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല ഇതുവരെ. കണ്ടിട്ടുണ്ട് ചില സിനിമകളൊക്കെ പോയിട്ട് നല്ല പടൽ പെട്ടിട്ടുണ്ട്. അത് ഫസ്റ്റ് വർഷമൊക്കെ പോയേക്കണേ. അതൊന്നും അറിയുക പോലും ഞാൻ, അയ്യോ, ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ കുറേ സിനിമകളുണ്ട്. ആ സിനിമ നമുക്ക് ഒന്നും പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല എന്നാണ് പറയാൻ പറ്റുക. പഠിക്കാൻ പറ്റും ഇങ്ങനത്തെ സിനിമകളിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇനി നമ്മളൊക്കെ സിനിമ എടുക്കുകയാണെങ്കിൽ ഇത്ര എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാതിരിക്കണ്ടേന്നൊക്കെ പഠിക്കാൻ പറ്റും.
എവിടെ ആൾക്കാർ കൈയടിക്കും, എവിടെ കൈയടിക്കില്ല എന്നുള്ളതൊന്നും, എവിടെയാണ് ആൾക്കാർ കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് ആസ് ആൻ എൻ്റർടൈനർ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് സിനിമയാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടാവും. അതൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ ശരി. അപ്പോൾ എല്ലാവർക്കും നടക്കണം. ഓക്കെ, ബൈ.